ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആസ്പെറജു ടിപ്സിൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന ചാപ്റ്ററാണ്. ഇതിനകത്ത് നമ്മൾ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത് നോക്കാനുള്ളത് സെല്ലുലാർ റെസ്പിറേഷനെ കുറിച്ചാണ്. എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാം, ഓക്സിജൻ്റെ സഹായത്താൽ ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് എനർജിയെ സ്വതന്ത്രമാക്കുന്ന പ്രോസസ്സാണ് സെല്ലുലാർ റെസ്പിറേഷൻ. നമ്മൾ റെസ്പിറേഷൻ്റെ ടൈമിൽ ഇൻഹെയിൽ ചെയ്തെടുക്കുന്ന ആരെയാണ്? ഓക്സിജൻ അല്ലേ. ഈ ഓക്സിജൻ ഇൻഹെയിൽ ചെയ്തെടുക്കുമ്പോൾ ഇത് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് പോവില്ലേ? അങ്ങനെ ശരീരത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം അവർ സ്പെസിഫൈ ചെയ്തെത്തുന്നത് ഓരോ ബോഡി പാർട്സിലെയും സെൽസ് അഥവാ കോശങ്ങളിലേക്കാണ്. അങ്ങനെ ആ സെൽസിലേക്ക് എത്തപ്പെട്ടതിന് ശേഷം അവിടെയാണ് എനർജി പ്രൊഡക്ഷൻ അഥവാ ഊർജ ഉൽപാദനം നടക്കുന്നത്. അടുത്ത് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്നുള്ള ടേമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്സിജൻ നമ്മൾ ഇൻഹെയിൽ ചെയ്തെടുത്ത ഓക്സിജൻ്റെ സഹായത്തോടു കൂടി ഗ്ലൂക്കോസ് തന്മാത്രകളെ വിഘടിപ്പിച്ച് എനർജി സ്വതന്ത്രമാക്കുന്ന അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് സെല്ലുലാർ റെസ്പിറേഷൻ. സെൽസിൻ്റെ അകത്തല്ലേ ഈ പറഞ്ഞ പ്രൊസീജിയർ എല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഈ സെല്ലുലാർ റെസ്പിറേഷന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാം ഘട്ടം ഗ്ലൈക്കോളിസിസ് എന്നറിയപ്പെടുന്നു. രണ്ടാം ഘട്ടമാണ് ക്രബ് സൈക്കിൾ. സെല്ലുലാർ റെസ്പിറേഷന് 2 ഫേസസ് ഉണ്ട്. ഒന്നാമത്തേതാണ് ഏത്? ഗ്ലൈക്കോളിസിസ്. രണ്ടാമത്തേതാണ് ക്രബ് സൈക്കിൾ. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം. നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്ലൈക്കോളിസിസിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ അറിയണം ഗ്ലൈക്കോളിസിസ് എവിടെ നടക്കുന്നു. കോശത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന റെസ്പിറേഷന് 2 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും. ഇതിൽ ആദ്യത്തെ ഫേസാണ് ഇത് ഗ്ലൈക്കോളിസിസ്. അപ്പോൾ ഈ ഗ്ലൈക്കോളിസിസ് എവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ സെൽസിൻ്റെ സൈറ്റോപ്ലാസത്തിലാണ്. രണ്ടാമത്തെ പോയിന്റ്, ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രൊസീജിയർ നടക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ വേണ്ടാത്ത ഫേസാണ് ഇത് ഗ്ലൈക്കോളിസിസ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെയാണ്? സെൽസിൻ്റെ സൈറ്റോപ്ലാസത്തിൽ. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗ്ലൈക്കോളിസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണ്ട? ഓക്സിജൻ വേണ്ട. ഗ്ലൂക്കോസ് സെൽസിൽ അഥവാ കോശങ്ങളിൽ എത്തിയിട്ട് പൈറുവിക് ആസിഡായിട്ട് മാറുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ റീകളക്ട് ചെയ്തേ. നമ്മൾ പറഞ്ഞു സെല്ലുലാർ റെസ്പിറേഷന് 2 ഫേസ് ഉണ്ടെന്ന്. ഗ്ലൈക്കോളിസിസും ഉണ്ട്, ക്രബ് സൈക്കിളും ഉണ്ട്. ഇതിൽ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രൊസീജിയർ നടക്കുന്നത് എവിടെയാണ്? സെൽസിൻ്റെ സൈറ്റോപ്ലാസത്തിൽ. സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞത്? ഈ ഗ്ലൈക്കോളിസിസ് നടക്കുന്നതിന് ഓക്സിജൻ ആവശ്യം ഇല്ല. അതേപോലെ മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞു ഗ്ലൂക്കോസ് സെൽസിലെത്തി പൈറുവിക് ആസിഡായിട്ട് മാറുന്ന പ്രോസസ്സാണ് എന്ത്? ഗ്ലൈക്കോളിസിസ് എന്ന്. ക്ലിയർ ആണോ? ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാവുന്ന എനർജി യൂണിറ്റാണ് ATP. ATP എന്ന് പറഞ്ഞാൽ അഡ്നോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് അർത്ഥം. ഗ്ലൈക്കോളിസിസിൻ്റെ ഭാഗമായിട്ട് 2 ATP മോളിക്യൂൾസ് ഉണ്ടാവും. എനർജി യൂണിറ്റാണ് ATP. 2 ATP ആണ് ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്നത്. ഒന്നുകൂടി ഒന്ന് റീകളക്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു സെല്ലുലാർ റെസ്പിറേഷന് 2 ഫേസസ് ഏതൊക്കെയാണെന്ന്. ഇതിൽ ഫസ്റ്റ് ഫേസാണ് ഏത്? ഗ്ലൈക്കോളിസിസ്. സൈറ്റോപ്ലാസത്തിൽ നടക്കുന്നു. ഓക്സിജൻ വേണ്ട. എത്ര ATP മോളിക്യൂൾസ് ഉണ്ടാവും? 2 ATP മോളിക്യൂൾസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഗ്ലൂക്കോസ് തന്മാത്രകളെ പൈറുവിക് ആസിഡാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. ക്ലിയർ? കഴിഞ്ഞു. രണ്ടാമത്തെ ഫേസ് സെല്ലുലാർ റെസ്പിറേഷൻ്റെ സെക്കൻഡ് ഫേസാണ് ഏത്? ക്രബ് സൈക്കിൾ. ഹാൻസ് അഡോൾഫ് ക്രബ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ക്രബ് സൈക്കിൾ ഇൻവെൻറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം തന്നെയാണ് ക്രബ് സൈക്കിളിന് ആ ഒരു പേര് ലഭിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രബ് സൈക്കിൾ എവിടെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ മൈറ്റോകോൺട്രിയയിലാണ്. എന്താണ് മൈറ്റോകോൺട്രിയ? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടല്ലേ. ഒരു കോശത്തിൻ്റെ പവർ ഹൗസ് അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷൻ സഹായിക്കുന്ന ഏരിയ, കോശത്തിന് ആവശ്യമായ മൊത്തം ഊർജ്ജം നൽകുന്ന പവർ ഹൗസ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയയെക്കുറിച്ച് പഠിച്ചിരുന്നു. മൈറ്റോകോൺട്രിയയ്ക്കുള്ളിലാണ് ഏത് നടക്കുന്നത്? ക്രബ് സൈക്കിൾ. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് ഗ്ലൈക്കോളിസിസ്. അതെവിടെയാണ്? സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലാണ്. എന്നാൽ ക്രബ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലാണ്. ക്രബ്സ് പരിവർത്തി അഥവാ ക്രബ് സൈക്കിൾ നടക്കുന്നതിന് ഓക്സിജൻ ആവശ്യമാണ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ഗ്ലൈക്കോളിസിസിന് എന്ത് വേണ്ടായിരുന്നു? ഓക്സിജൻ വേണ്ട. ഓക്സിജൻ ആവശ്യമായിട്ടുള്ള സെല്ലുലാർ റെസ്പിറേഷൻ്റെ ഘട്ടമാണ് ക്രബ് സൈക്കിൾ. ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ് ഏത്? പൈറുവിക് ആസിഡ്. ഈ പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയിൽ എത്തും.
എന്നിട്ട് മൈറ്റോകോൺട്രിയയിൽ വെച്ച് ഈ ഉണ്ടായ പൈറുവിക് ആസിഡ് ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് അവിടെ വെച്ച് കുറച്ച് ATP മോളിക്യൂൾ, നേരത്തെ പറഞ്ഞ എനർജി യൂണിറ്റ്സ് ഇവിടെയും ഉണ്ടാകും. ഇവിടെ 28 ATP മോളിക്യൂൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗ്ലൈക്കോളിസിസിൻ്റെ ഭാഗമായിട്ട് എത്ര ATP ഫോം ചെയ്തു? 2. എന്നാൽ ക്രബ്സ് സൈക്കിളിൻ്റെ ഭാഗമായിട്ട് 28 ATP മോളിക്യൂൾസ് ഫോം ചെയ്യും. കമ്പയർ ചെയ്തതിനെ പഠിക്കുക. ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് പൈറുവിക് ആസിഡായിട്ട് മാറി, അവിടെ 2 ATP ഫോം ചെയ്തു. ക്രബ്സ് പരിവർത്തിയാകുമ്പോഴോ നേരത്തെ ഉണ്ടായ ഏതാണ് പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയിലേക്ക് എത്തുകയും ഈ മൈറ്റോകോൺട്രിയയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ബ്രേക്ക് ഡൗൺ സംഭവിച്ചതിന് ശേഷം 28 ATP മോളിക്യൂൾ, 28 അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ATP കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി ക്രബ്സ് പരിവർത്തി നോക്കാം. എവിടെയാണ് നടക്കുന്നത്? സെല്ലിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയയിലാണ് ഈ പറഞ്ഞ സെല്ലർ റെസ്പിറേഷൻ സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള ക്രബ്സ് സൈക്കിൾ നടക്കുന്നത്. ഓക്കെ, പിന്നീട് ഓക്സിജൻ ആവശ്യമായിട്ടുള്ള ഫേസാണ് ഇത് ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. ഗ്ലൈക്കോളിസിസിൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്ത പ്രോഡക്റ്റ് ആയിരുന്നു ഇത് പൈറുവിക് ആസിഡ്. ആ പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയിലേക്ക് എത്തും. മൈറ്റോകോൺട്രിയയിൽ എത്തിയതിന് ശേഷം അവിടെ വെച്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അങ്ങനെ ബ്രേക്ക് ഡൗൺ സംഭവിച്ച് എത്ര ATP മോളിക്യൂൾസ് ഉണ്ടാവും? 28 ATP മോളിക്യൂൾസ് ആണ് ക്രബ്സ് സൈക്കിളിൽ ഉണ്ടാകുന്നത്. ആകെ മൊത്തം സെല്ലുലർ റെസ്പിറേഷൻ അപ്പോൾ എത്ര ATP മോളിക്യൂൾസ് ഉണ്ടാവും? 30. അതായത് ഗ്ലൈക്കോളിസിസിൻ്റെ ടൈമിൽ 2 ATP ഉണ്ടാവും, ക്രബ്സ് സൈക്കിളിൻ്റെ ടൈമിൽ 28 ATP ഉണ്ടാവും. അങ്ങനെ മൊത്തം 30 ATP മോളിക്യൂളാണ് സെല്ലുലർ റെസ്പിറേഷനിൽ ഉണ്ടാകുന്നത്. സെല്ലുലർ റെസ്പിറേഷൻ്റെ ടൈമിൽ ആകെ മൊത്തം 30 ATP മോളിക്യൂൾസ് ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ. അത് വെച്ചിട്ട് നമ്മളിവിടെ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഗ്ലൂക്കോസ് ഓക്സിജനുമായിട്ട് ചേരുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം. എന്തൊക്കെയാണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും, ഒപ്പം ഈ 30 ATP. 30 ATP എങ്ങനെയാണ് വന്നതെന്ന് അറിയാമല്ലോ. 28 ATP ക്രബ്സ് സൈക്കിളിൻ്റെ ഭാഗമായിട്ടും 2 ATP ഫോം ചെയ്തത് ഗ്ലൈക്കോളിസിസിൻ്റെ ഭാഗമായിട്ടുമാണ്. ഓക്കെ, ATP molecule formed as a result of respiration is the source of energy for body activities. ഇവിടെ ഉണ്ടാകപ്പെട്ട ഈ ATP മോളിക്യൂൾസ് എന്തിൻ്റെ ഭാഗമായിട്ട്? റെസ്പിറേഷൻ്റെ ഭാഗമായിട്ടുണ്ടായ ATP മോളിക്യൂൾസ് ആണ് എന്തിൻ്റെ എനർജി സോഴ്സ്? നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾക്കെല്ലാം വേണ്ടുന്ന എനർജി കൊടുക്കുന്ന സോഴ്സ് ആണ് റെസ്പിറേഷൻ്റെ ഭാഗമായിട്ടുണ്ടായ ഈ ATP മോളിക്യൂൾസ്. ഓക്കെ, the byproduct carbon dioxide and to some extent water are eliminated immediately through exhaled air. നമ്മൾ പറഞ്ഞു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന 3 കാര്യങ്ങളാണ്. ഏതൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒപ്പം ATPയും. ATP എന്തിനുപയോഗിച്ചു? നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള എനർജി സോഴ്സായിട്ട് ഉപയോഗപ്പെട്ട് പോയല്ലോ. നമ്മളുടെ ഈ റെസ്പിറേഷൻ പ്രോസസ്സിൽ ഇൻഹെയിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എക്സ്ഹെയിലിംഗ് നടക്കുന്നില്ലേ? ആ എക്സ്ഹെയിൽ ചെയ്യുന്ന ടൈമിൽ ചെറിയ എമൗണ്ടിൽ ഉണ്ടാകുന്ന വാട്ടറും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും എക്സ്പെൽ ഔട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിശ്വാസം എടുക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ബൈ പ്രോഡക്റ്റ് പുറത്തേക്ക് പോകുന്നു. The process of transport of respiratory gases and the breakdown of glucose in the cells using oxygen to release energy together constitute respiration. ഇവിടെ പറയുന്നത് നമ്മൾ എടുക്കുന്ന റെസ്പിറേറ്ററി ഗ്യാസസിലെ ഈ ഗ്യാസസിൻ്റെ ട്രാൻസ്പോർട്ടും ഒപ്പം സെൽസിൽ വെച്ച് ഗ്ലൂക്കോസിനുണ്ടാകുന്ന ആ ബ്രേക്ക് ഡൗണും എന്തിൻ്റെ സഹായത്താൽ? ഓക്സിജൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെൽസിൽ വെച്ച് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എന്ത് കംപ്ലീറ്റ് ആവുന്നത്? റെസ്പിറേഷൻ കംപ്ലീറ്റ് ആകുന്നത്. ക്ലിയർ? Photosynthesis and respiration are metabolic process that takes place in the living world. നമ്മുടെ ലിവിങ് വേൾഡിനകത്ത് നടക്കുന്ന മെറ്റബോളിക് പ്രോസസ്സ്, അതായത് അനബോളിസും കെറ്റബോളിസും ഒക്കെ പണ്ട് പഠിച്ചിട്ടില്ലേ? അതായത് കൺസ്ട്രക്റ്റീവ് പ്രോസസ്സും ഉണ്ട്, ബ്രേക്ക് ഡൗൺ പ്രോസസ്സും ഉണ്ട്. ഇതിനെ രണ്ടിനും കൂടി ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്? മെറ്റബോളിസം എന്ന്. നമ്മുടെ ലിവിങ് വേൾഡിൽ മെറ്റബോളിക് പ്രോസസ്സ് നടക്കുന്ന 2 എണ്ണമാണ് ഏതൊക്കെ? ഫോട്ടോസിന്തസിസും അതേപോലെ റെസ്പിറേഷനും. Comparing these 2 processes and revise the table 3.3 replacing glycolysis and Krebs cycle with photosynthesis and respiration respectively. ഈ ഒരു പറഞ്ഞ 2 പ്രോസസ്സിലെ ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും നമുക്ക് ജസ്റ്റ് ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
സിമ്പിളായിട്ടങ്ങ് മനസ്സിലാക്കി വെക്കുക, ഈ റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും ഓപ്പോസിറ്റ് ആണെന്ന്. അതായത് ഇവിടെ ഈ ഒരു റെസ്പിറേഷൻ നടക്കുമ്പോൾ ബൈ പ്രോഡക്റ്റ് ആരൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ATP അല്ലേ? ഈ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും റെസ്പിറേഷൻ്റെ ബൈ പ്രോഡക്റ്റ് ആണല്ലോ. എന്നാൽ ഈ പറയുന്ന സെയിം പ്രോഡക്റ്റായിട്ട് വന്ന സംഭവം ഫോട്ടോസിന്തസിസിൽ വരുമ്പോൾ ആദ്യമേ പാർട്ടിസിപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഫോട്ടോസിന്തസിസിൻ്റെ പ്രോഡക്റ്റ് റെസ്പിറേഷനിൽ യൂസ് ചെയ്യുന്നു. ഫോട്ടോസിന്തസിൻ്റെ പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനും. ഫോട്ടോസിന്തസിൻ്റെ പ്രോഡക്റ്റ് വിട്ടുള്ള ഈ പറയുന്ന രണ്ടും എവിടെ ഉപയോഗപ്പെടുത്തുകയാണ്? റെസ്പിറേഷനിൽ ഉപയോഗപ്പെടുത്തുകയാണ്. അതേപോലെ റെസ്പിറേഷനിലെ പ്രോഡക്റ്റാണ് ഏതൊക്കെ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഈ പ്രോഡക്റ്റിനെയാണ് ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഡിഫറൻസ്? ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ചാപ്റ്റർ ഒന്ന് റീകളക്ട് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ 2 ഫേസസ് ഉണ്ട്, ലൈറ്റ് ഫേസും ഉണ്ട്, ഡാർക്ക് ഫേസും ഉണ്ട്. അതേപോലെ സെല്ലുലാർ റെസ്പിറേഷനും 2 ഫേസ് ഉണ്ട്. ഏതൊക്കെയാണത്? ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും. ഇതൊക്കെയാണ് ഡിഫറൻസ്. ഹാൻസ് അഡോൾഫ് ക്രെബ്സ്, നമ്മൾ പറഞ്ഞു ക്രെബ്സ് സൈക്കിൾ കണ്ടെത്തിയ വ്യക്തിയാണ് അഡോൾഫ് ക്രെബ്സ്. ഇദ്ദേഹം ഒരു ജർമ്മൻ ബയോകെമിസ്റ്റാണ്. ഇദ്ദേഹം കണ്ടെത്തിയത് കെമിക്കൽ പ്രോസസ് ഇൻ ദ സെക്കൻഡ് ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ. ഏതാണ് സെല്ലുലാർ റെസ്പിറേഷൻ്റെ സെക്കൻഡ് ഫേസ്? ക്രെബ്സ് സൈക്കിൾ തന്നെയല്ലേ? സോ അത് കണ്ടെത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം. ഹി ഷെയർഡ് ദ നോബൽ പ്രൈസ് ഫോർ മെഡിസിൻ വിത്ത് ഫ്രിറ്റ്സ് ലിപ്മാൻ ഫോർ ദിസ് ഡിസ്കവറി ഇൻ 1953. ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചു. ഒപ്പം ഫ്രിറ്റ്സ് ലിപ്മാൻ എന്ന് പറയുന്ന വ്യക്തിക്കും ആ നോബൽ പ്രൈസിന് അർഹനായിരുന്നു. ഏത് വർഷം? 1953. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹീമോഗ്ലോബിനെ കുറിച്ചാണ്. നമ്മുടെ രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന അല്ലെങ്കിൽ ചുവന്ന നിറം ഉണ്ടാകാൻ കാരണമെന്ന് പറയുന്നത് ഈ ഹീമോഗ്ലോബിനാണ്. പിഗ്മെൻറ്റ് ഇൻ RBC, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിനകത്തുള്ള ഒരു പിഗ്മെൻ്റ് ആണ് ഏത്? ഹീമോഗ്ലോബിൻ. ദ പ്രോട്ടീൻ ഹാവിങ് അയൺ ആസ് ദ മെയിൻ കമ്പോണൻറ്റ്. ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനിൻ്റെ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് അയൺ ആണ്. 270 മില്യൺ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ ഈച്ച് RBC. നമ്മുടെ ഓരോ റെഡ് ബ്ലഡ് സെൽസിനകത്തും 270 മില്യൺ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ഉണ്ട് എന്നാണ് പറയുന്നത്. 1 hemoglobin molecule transport either 4 oxygen molecule or 4 carbon dioxide molecule. ഒരൊറ്റ ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 4 ഓക്സിജൻ മോളിക്യൂളിനെയോ അല്ലെങ്കിൽ 4 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസിനെയോ ട്രാൻസ്പോർട്ട് ചെയ്യിക്കാനുള്ള കഴിവ് ഉണ്ട്. ദ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ഫീമെയിൽ ഈസ് 12 to 16 gram per DL of blood and the males it is 14 to 18 gram per DL of blood. ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് മെയിലും ഫീമെയിലും ഡിഫറെൻ്റ് ആണ്. ഫീമെയിൽസിൽ എത്ര കാണും? ഒരു 12 to 16 gram per DL ആണ്. എന്നാൽ മെയിൽസിൽ കുറച്ചും കൂടി അളവ് കൂടുതലായിരിക്കും, 14 to 18 gram per DL of blood ആണ്. ഡിക്രീസ് ഇൻ ദ ലെവൽ ലീഡ്സ് ടു അനീമിയ. ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. ഓക്കെ, എന്തൊക്കെ പറഞ്ഞു? RBCയിലുള്ള ഒരു പിഗ്മെൻ്റാണ് ഹീമോഗ്ലോബിൻ. മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് അയൺ ആണ്. ഇതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു പ്രോട്ടീൻ ആണെന്നുള്ള കാര്യം ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. നമ്മുടെ ബോഡിയിൽ ഒരൊറ്റ RBCയിൽ തന്നെ ഏകദേശം 270 മില്യൺ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ഉണ്ട്. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 4 ഓക്സിജനെയോ 4 കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നീട് മെയിൽ ആൻഡ് ഫീമെയിലിൽ ഉണ്ടാകുന്ന ഹീമോഗ്ലോബിൻ വേരിയേഷൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ ഹീമോഗ്ലോബിൻ്റെ ഡിക്രീസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. നമ്മൾ സെല്ലർ റെസ്പിറേഷനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ ഫേസസ് ആയിട്ടുള്ള ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും എന്താണെന്ന് പറഞ്ഞു. പിന്നീട് ക്രെബ്സ് സൈക്കിൾ ഇൻവെൻറ്റ് ചെയ്ത വ്യക്തിയെക്കുറിച്ചുള്ളൊരു ചെറിയൊരു ഇൻട്രഡക്ഷൻ പാർട്ട് പഠിച്ചിരുന്നു. പിന്നീട് റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. അറ്റ് ലാസ്റ്റ് നമ്മൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.